നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതെന്താ രണ്ടുപേരും ഒരുമിച്ചാണല്ലോ? എവിടെ പോയിട്ട് വരുവാ രണ്ടാളും? ആ മുകുന്ദൻ തന്നൊരു പണിയമ്മേ. എന്നെ ബീച്ചിലേക്ക് വിളിച്ചു വരുത്തി കുടുക്കി കളഞ്ഞു. അവിടെ എത്തിയപ്പോഴാ ഇവളെ അവൻ തന്നെ അങ്ങനെ വിളിച്ചു വരുത്തിയെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഇത്രയും നേരം നിങ്ങൾ ബീച്ചിൽ കറങ്ങി നടക്കുമായിരുന്നോ? അയ്യോ, അങ്ങനെയല്ല. അവിടെ എത്തിയ സ്ഥിതിക്ക് കാറ്റും കൊണ്ട് ഇവളുടെ കയ്യും പിടിച്ച് സൊള്ളിക്കൊണ്ട് നടക്കാന്ന് വിചാരിച്ചു അല്ലേ? ഇവളെ കണ്ടപ്പോ തന്നെ നിനക്ക് തിരിച്ചു വരായിരുന്നില്ലേ? നല്ല മഴയായിരുന്നമ്മേ. ഇതൊക്കെ ഒരു കാരണമാണോ? അല്ല, നിങ്ങൾ പോയപ്പോ ഇട്ടിരുന്ന ഡ്രസ്സല്ലല്ലോ ഇപ്പൊ ഇട്ടിരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ നല്ല മഴയായിരുന്നു. അവിടെ വെച്ച് മഞ്ജുവിന്റെ ഒരു കൂട്ടുകാരിയെ കണ്ടു. മഴ തോരുന്നത് വരെ ഞങ്ങൾ അവരുടെ ബീച്ച് ഹൗസിലായിരുന്നു. ആ കുട്ടിയും ഭർത്താവുക ഞങ്ങൾക്ക് മാറാൻ ഡ്രസ്സ് തന്നത്. നീ എന്തൊക്കെയാടി എന്റെ മോനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? അമ്മേ, നീ മിണ്ടരുത്. ആദ്യം തന്നെ നീ ഇവനെ നിന്റെ നശിച്ച വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇപ്പതേ ഏതോ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക്. എന്താ നിന്റെ ഉദ്ദേശം? എനിക്കൊരു ഉദ്ദേശമില്ലമ്മേ. നിധിയെ യാദൃശികമായിട്ടാ ഞാൻ അവിടെ വെച്ച് കണ്ടത്. പിന്നെ ഇവൾ ഇതൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് തന്നെയാ ചെയ്യുന്നേ. ഈ പ്ലാൻ മുഴുവൻ ഇട്ടത് മുകുന്ദനാ. ഇവളുടെ കൂട്ടുകാരി അവിടെ ഉണ്ടാവുന്ന മുകുന്ദൻ എങ്ങനെ അറിയാനാ? മുകുന്ദനൊരു മണ്ടന. ഇവള് തന്നെ അവനെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചിട്ട് അവന്റെ ഐഡിയ ആണെന്ന് പറഞ്ഞ് ക്രെഡിറ്റ് എടുക്കാൻ പറഞ്ഞു കാണും. ഇവളുടെ കൂട്ടുകാരി ഭർത്താവേട്ടനോട് എന്താ പറഞ്ഞ? അത് മഞ്ജുവായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കണം, ഭാര്യയെ നന്നായി നോക്കണം, പ്രണയിക്കണം, കൈവെള്ളി വെച്ചുകൊണ്ട് നടക്കണം എന്നൊക്കെ ആയിരിക്കും. ഭാര്യയ്ക്ക് വേണ്ടി അമ്മയെ ചീത്ത പറഞ്ഞാലും തല്ലിയാലും കുഴപ്പമില്ലാന്ന് ഉപദേശിച്ചു കാണും. ഇല്ലമ്മേ. നിനക്കിപ്പോഴും മനസ്സിലായില്ലേ? ഇതൊക്കെ ഇവള് നിന്നെ പറ്റിക്കാൻ വേണ്ടി കളിക്കുന്ന നാടകമാണ്. ഇവൾക്ക് എങ്ങനെയെങ്കിലും നിന്നെ ഞങ്ങളിൽ നിന്ന് അകറ്റണം, അത്രേ ഉള്ളൂ. അമ്മയുടെ വില എനിക്ക് നന്നായിട്ട് അറിയാം. ഗിരിയേട്ടന്റെ അമ്മയുടെ ഇടയില് ഞാൻ ഒരിക്കലും വരില്ല. എങ്ങനെയെങ്കിലും അമ്മ എന്നെ അംഗീകരിക്കണമെന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെയായിരുന്നെങ്കിൽ നീ ആ പോലീസ് ജോലി രാജിവെച്ചേനെ. നീ കളിക്കുന്ന നാടകമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ ഈ കുടുംബം തകർക്കാനാണ് വന്നിരിക്കുന്നത്. നീ ഇവൾക്ക് വേണ്ടി വാദിക്കാൻ വരണ്ട. നിനക്കൊന്നും അറിയില്ല. ഇവള് ആ മാധവന്റെ ചോരയാ. ഇവള് നിന്റെ കൂടെ നിന്ന് നിന്നെ ചതിക്കും. ഏത് നേരത്താണാവോ ഇവളെ ഈ വീട്ടിലേക്ക് കയറ്റാൻ എനിക്ക് തോന്നിയത്. എല്ലാം നശിച്ചു. ഈ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും. നീ ഇത്രയ്ക്ക് മണ്ടനാവരുത് മോനെ. അവളുടെ കയ്യിൽ നിന്റെ മനസ്സ് മാറ്റാൻ പല വിദ്യകളും ഉണ്ട്. അത് നിനക്കറിയില്ല. എന്നിട്ടും അവളെ നീ വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ എന്താ വിചാരിക്കേണ്ടത്? എന്റെ മകൻ മിടുക്കനാണെന്നാ എന്റെ വിശ്വാസം. ആ വിശ്വാസം നീ തകർക്കരുത്.